ഒരു വലിയ ദുരന്തത്തിൽ നിന്നും അവനെ വിടുവിക്കാനായിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ഇപ്പോഴത്തെ യാത്രയെ, അല്ലെങ്കിൽ അവൻ്റെ ഉറക്കത്തിൽ നിന്ന് അവനെ ഉണർത്താനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെടലിക്ക് വേദന ഉണ്ടാകുന്ന രീതിയിൽ അവനെ വെട്ടിയത്. ഇതേപോലെ തന്നെ അവനൊരു വലിയ പാതകമൊന്നും ആയിരിക്കത്തില്ല ചെയ്തത്, പക്ഷെ പാതകമല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് അവൻ ബോധവാനല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ദുരന്തത്തിലൂടെ, നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുരന്തത്തിലൂടെ അവനോട് സംസാരിക്കുകയാണ്. അവൻ്റെ ശരീരത്തിൻ്റെ വേദന ഉണ്ടാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇതുപോലെ ദൈവം പല സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കാനായിട്ട് ദൈവം ചിലപ്പോൾ ദുരന്തത്തിൻ്റെ ഭാഷ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ യോവേൽ പ്രവചനത്തിൽ കാണുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിത്യശൂന്യങ്ങളിൽ കഴിയുന്ന ജനമായിട്ടും, അതായത് അവരുടെ സകല കാർഷിക മേഖല മൊത്തമായിട്ട് ഇടിഞ്ഞ് തകർന്നിട്ടും, അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുന്ന നിലയിൽ അവർക്ക് നഷ്ടമുണ്ടായിട്ടും, ഇവരാരും ഇതിനെക്കുറിച്ച് ശ്രദ്ധാലുക്കളല്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ചോദിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഇവിടെ നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ തന്നെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, മദ്യപന്മാരെ ഉണർന്ന് കരയുവിൻ, വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ പുതുവീഞ്ഞ് നിങ്ങളുടെ വായ്ക്ക് അറ്റുപോയിരിക്കയാൽ മുറയിടുവിൻ. അതായത് ദൈവത്തിൻ്റെ ഇടപെടൽ യഹൂദിയയിലെ ജനം ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് തിരിച്ചറിയുന്നില്ല. അവർ പറയുന്നത് ഇതൊരു കോമൺ കാര്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ചിന്തിക്കുന്നത്. അവർ പറയുന്നത് ഈ വർഷം മഴ പെയ്തില്ല, അതല്ലെങ്കിൽ ഈ വർഷം വെട്ടുക്കിളി ഇറങ്ങി. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇത് ദൈവം അയച്ച മഹാസൈന്യമാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. മദ്യപന്മാരെ ഉണർന്ന് കരവിൻ, ഉണരുവിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ബോധമില്ലാത്ത ഉറക്കത്തിൽ നിന്ന് ഉണരാനാണ് പറയുന്നത്. സെൻസ്ലെസ് ആയിട്ട് കിടന്ന് ഉറങ്ങുന്ന പരിപാടി നിർത്തിയിട്ട് നീ ഒന്ന് ഉണർന്ന് നോക്ക്, എന്താ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്നൊന്നും നോക്കാനാണ് പറയുന്നത്. നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. എവൈക്ക്, ഉണരുവിൻ. ബോധമില്ലാത്ത സെൻസ്ലെസ് സ്ലീപ്പിൽ നിന്ന് നീ ഉണര്, ബോധമില്ലാത്ത ഉറക്കത്തിൽ നിന്ന് ഉണരുവിൻ. മദ്യപന്മാരെ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഇവിടെ മദ്യം കുടിക്കുന്നവരെ എന്നുള്ള അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ മദ്യപാനികളെ എന്നുള്ള, നമ്മൾ സാധാരണ മദ്യപാനികളെ കുറിച്ച് പറയുമല്ലോ, മദ്യപാനികളോട് മാത്രമുള്ള ഒരു സന്ദേശമല്ല ഇത്. മദ്യപാനം തീർച്ചയായിട്ടും തെറ്റാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ ഉറക്കത്തെക്കാളുള്ള പ്രശ്നം എന്ന് പറയുന്നത് ബോധക്കേടാണ്. അതായത് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് അറിയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മദ്യം കുടിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ മദ്യപാനം തെറ്റാണ്. അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുമില്ല. അത് അറിയാവുന്നവരും അറിയാൻ വയ്യാത്തവരുണ്ട്. ഞാൻ ആഫ്രിക്കയിൽ മുറുമ്പാല എന്ന് പറയുന്നൊരു സ്ഥലത്ത് പാസ്റ്റേഴ്സിന് വേണ്ടി 2 ദിവസം ക്ലാസ് എടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പാസ്റ്ററിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അപ്പം മിഷണറി, മദ്യപാനി സ്വർഗ്ഗരാജ്യമാക്കിയെന്ന് വേദത്തിൽ എഴുതിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. ഞാൻ 89 തൊട്ടാ പാസ്റ്ററാ, ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ ഈ വേദസ്വം ഇല്ലേ? ഉണ്ട്, പക്ഷേ അതൊരു പോർച്ചുഗീസ് ബൈബിളാണ്, അത് വായിച്ചാൽ ഒന്നും എനിക്ക് മനസ്സിലാകത്തില്ല. അപ്പം ഞാൻ ആലോചിച്ചു, പാവം, അവൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാണല്ലോ. ഇവിടെ അറിയാവുന്നവരിത് ചെയ്യാതിരിക്കുന്നില്ല. പിന്നെ ആ പാവത്തിന് എന്താ അത് തെറ്റാണെന്നുള്ളത് അറിയത്തില്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വയ്യാന്നല്ല, പല കാര്യങ്ങളും, മദ്യപാനത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഏത് കാര്യവും പാപമാണെന്നറിയാം. ഞാൻ ആഫ്രിക്കയിൽ പലപ്പോഴും എനിക്ക് അവരോടുള്ള പ്രത്യേക സ്നേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരിൽ മിക്കവരും പാപത്തിൽ ജീവിക്കുന്നത് അത് പാപമാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, അവരുടെ സമൂഹത്തിൻ്റെ, അവരുടെ ഗോത്രങ്ങളുടെ, അവരുടെ കൾച്ചറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവരതിനെ പലതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് നമ്മളവിടെ ദൈവവചനത്തിൽ നിന്ന് തെറ്റാണെന്ന് പറയുമ്പോഴത്തേക്ക് മുന്നേ വന്ന് കവന്നു വീണ് കരയുകയാണ്. ഭയങ്കരമായിട്ടുള്ള അനുതാപം ഉണ്ടാകുന്നുണ്ട്. ആളുകൾ, ഞാൻ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്, ആളുകൾ മുന്നേ വന്ന് കിടന്ന് കരഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ കണ്ണീര് കൊണ്ട് ബക്കറ്റ് വെള്ളം ഒഴിച്ചതുപോലെ നനഞ്ഞു കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയ്ക്കും പാപബോധത്തോടുകൂടി ആളുകൾ കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവരറിയുന്നില്ല. പക്ഷെ നമ്മുടെ ഈ മലങ്കരയിലെ ക്രിസ്ത്യാനികളുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ നമുക്കെന്നെ അറിയാൻ വയ്യാഞ്ഞിട്ടാണോ? നമുക്കിതൊക്കെ അറിയാമായിട്ടും നമ്മളിതിനെ ലഘുവായി എടുത്തിരിക്കുന്നു. നമ്മുടെ ഈ സമൂഹത്തിലെ ക്രിസ്ത്യാനികളുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസികളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിതിനെ എന്ത് ചെയ്യുന്നില്ല? ഇതിനെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഇവിടെ ദൈവിക ഇടപെടൽ അറിയുന്നില്ല. അല്ലെങ്കിൽ ദൈവം ഇത് ഇടപെടുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ദൈവികത എന്താണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ഈ ദുരന്തങ്ങൾക്ക് പിന്നിൽ ദൈവമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ദൈവം നമ്മളോട് സംസാരിക്കുകയാണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ദുരന്തങ്ങൾ എന്ന് പറയുന്ന ഒരു ചിഹ്നം മാത്രം, ഒരു സിമ്പലാണ്, ഒരു സൈനാണ്. ഈ അടുത്ത സമയത്ത് ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ റെഡ് ലൈറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ റെഡ് ലൈറ്റ് മൈൻഡ് ചെയ്യാതെ ക്രോസ് ചെയ്തങ്ങ് പോയി. പോലീസുകാരൻ എന്ത് ചെയ്യുന്നറിയാമോ? പോലീസുകാരൻ മോട്ടോർ ബൈക്കിൽ ഓവർടേക്ക് ചെയ്ത വണ്ടി നിർത്തിട്ട് ചോദിച്ചു, എടോ താൻ സിഗ്നൽ ലൈറ്റ് റെഡ് കണ്ടില്ലായിരുന്നു? കണ്ടു. പിന്നെന്താ താൻ ഓടിച്ചത്? അല്ല, സിഗ്നൽ റെഡായത് കണ്ടു, പക്ഷെ നിങ്ങളവിടെ നിൽക്കുന്ന കണ്ടില്ലെന്ന്. അപ്പോൾ സിഗ്നൽ റെഡായത് കണ്ടു, പക്ഷേ പോലീസുകാരനെ കണ്ടില്ല. അപ്പം നമ്മുടെ പ്രശ്നം, സിഗ്നൽ റെഡായാലും പ്രശ്നമില്ല, പോലീസ് ഇല്ലെങ്കിൽ നമ്മൾ പോകും. ഇതുപോലെയാണ് പലപ്പോഴും നമ്മൾ
ഈ സിഗ്നൽ റെഡ് ആണെന്നുള്ളത് കണ്ടാലും ഇതിൻ്റെ പിന്നിൽ ഇതിനെ ശ്രദ്ധിച്ച് നമ്മുടെ പ്രതികരണം എന്താണെന്ന് നോക്കുന്ന ഒരു ദൈവം അവിടെ നിൽപ്പുണ്ടെന്നുള്ളത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദുരന്തത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം എന്താണെന്നും അതിൽ നിന്ന് ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് സിഗ്നൽ ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ പറ്റിയിരിക്കുന്ന, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ സഭയിൽ ഉള്ള ദുരന്തങ്ങൾ ഒരു സിഗ്നലാണ്. ദൈവം തരുന്ന ഒരു സിഗ്നലാണ്. അത് വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബത്തിൻ്റെ ജീവിതത്തിലൊക്കെ ദൈവം തരുന്ന ഒരു സിഗ്നലാണ്. ആ സിഗ്നൽ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് എന്തോ സംസാരിക്കാനുണ്ട്. നമ്മളൊരു പക്ഷേ വലിയ പാപങ്ങളിൽ വീണോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല വിഷയം. ഞാൻ പറഞ്ഞല്ലോ, യോവേൽ പ്രവചനം യഹൂദിയയിലെ ജനങ്ങൾക്ക് യോവേൽ എഴുതുമ്പോൾ ആ പ്രവാചകൻ്റെ കാലത്ത് അവരുടെ പിന്മാറ്റത്തിൻ്റെ തുടക്കമായതേ ഉള്ളൂ. പിന്മാറ്റത്തിൻ്റെ തുടക്കമായതുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾക്ക് ശേഷം ദൈവം സംസാരിക്കുന്നത്. ഇതൊരു ശിക്ഷയല്ല, പ്രത്യുത ഒരു ശിക്ഷണമാണ്, ഒരു ഡിസിപ്ലിനാണ്. എന്തിന്? അവൻ ഇപ്പോൾ തന്നെ നമ്മളെ മടക്കിക്കൊണ്ടുവരേണ്ടതിന് വേണ്ടി ദൈവം നൽകുന്ന ഒരു സിമ്പലാണ്, സൈനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഈ ഫസ്റ്റ് സെഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന്, യോവേലിൻ്റെ പ്രവചനത്തിൽ നിന്ന് തുടങ്ങിയതേ ഉള്ളൂ. നമ്മളതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിനൊരു ഭാഷയുണ്ട്. ആ ഭാഷ നമ്മൾ തിരിച്ചറിയണം. ദൈവം നമ്മുടെ ഏറ്റവും ചെറിയ തെറ്റുകളെയും ഏറ്റവും ചെറിയ പിന്മാറ്റത്തെയും ഗൗരവമായി എടുക്കുന്നു എന്നുള്ളത് ഇന്ന് വിശ്വാസികളും ശുശ്രൂഷകരും മനസ്സിലാക്കണം. ഇന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഒരു MTH ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു പയ്യൻ എൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നു. അദ്ദേഹം എല്ലാ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് അവസാനം ചോദിച്ചു, അച്ഛാ, ഫോർഗെറ്റ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. വ്യക്തിപരമായി ഞാൻ ചോദിക്കുക, എന്താണ് നമ്മുടെ സഭയുടെ പ്രതിസന്ധിയായിട്ട് അച്ഛൻ തോന്നുന്നത്? ഉടനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, മോനെ, എൻ്റെ മനസ്സിൽ എനിക്കിന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് തോന്നുന്നത് നമ്മുടെ സഭ, നമ്മുടെ വിശ്വാസികൾ യാതൊരു കാര്യത്തെയും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. യാതൊരു കാര്യത്തെയും. പാപം എന്നൊരു ഗൗരവമുള്ളൊരു കാര്യമല്ല. ദൈവികമായ ഇടപെടലുകൾ ഗൗരവമുള്ള കാര്യമല്ല. സുവിശേഷ വേല ഗൗരവമുള്ള കാര്യമല്ല. വിശുദ്ധ ജീവിതം ഗൗരവമുള്ള കാര്യമല്ല. എന്താ നമ്മുടെ സഭയിലും നമ്മുടെ വിശ്വാസികളിൽ നിന്ന് ഗൗരവത്തോടെ എടുക്കുന്നത്? നമ്മളെല്ലാം സിമ്പിളായിട്ടാണ് എടുക്കുന്നത്. നമ്മളെല്ലാം വളരെ ലളിതമായിട്ട് കാര്യങ്ങളെ കാണുകയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ദൈവം ഗൗരവമില്ലാത്തവനല്ല. ഈസ് എ സെലസ് ഗാഡ്. നമ്മുടെ ജീവിതത്തിലെ പിന്മാറ്റത്തിൻ്റെ ഏറ്റവും ചെറിയ അംശം, നമ്മളൊക്കെ പറയുന്നത് പന്നിക്കൂട്ടി ചെല്ലുന്നത് വരെ നമുക്ക് അവസരമുണ്ടെന്നാണ്. അല്ല പ്രിയമുള്ളവരെ, എപ്പോഴാണ് നമുക്ക് മടങ്ങി വരാനുള്ള അവസരം എന്നറിയാമോ? പിതാവിൻ്റെ ഭവനത്തിൽ ജീവിക്കുമ്പോൾ തന്നെ പിതാവിൻ്റെ ഭവനത്തിൽ രസിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ, കർത്താവേ, എൻ്റെ പിന്മാറ്റം തുടങ്ങിയല്ലോ എന്ന് നമ്മൾ പറയണം. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ, ശരിക്കും പിതാവിൻ്റെ ഭവനത്തിൽ നമുക്ക് ആത്മാവിലുള്ള സന്തോഷം അനുഭവിച്ചുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധം പുലർത്തിക്കൊണ്ട് ഏറ്റവും ആഴത്തിൽ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇപ്പം തന്നെ മനസ്സിലാക്കണം, ഞാൻ എൻ്റെ പിന്മാറ്റം തുടങ്ങിയിരിക്കുകയാണ്. വീടിന് പുറത്ത് പോകുന്നത് പോലുമല്ല. യഹൂദിയയിൽ യോവേൽ പ്രവചിക്കുമ്പോൾ അവിടെ ആരാധനയുണ്ട്, അവിടെ യാഗമുണ്ട്, അവിടെ പുരോഹിതന്മാരുണ്ട്, അവിടെ ദൈവസഭയുണ്ട്, മൂപ്പന്മാരുണ്ട്, എൽഡേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു എന്ന് ചിന്തിക്കുന്നതായ ഒരു സാഹചര്യത്തിലാണ് യോവേൽ വളരെ ഗൗരവത്തോടുകൂടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തത വരുത്താൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിൽ നിന്ന് മടങ്ങി വരവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ മടങ്ങി വന്നാൽ മാത്രമേ ദൈവത്തിന് അവൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള സന്ദേശം കൊടുക്കുന്നത്. ഒരുപക്ഷെ നമ്മളും അതൊക്കെയാണ് പറയുന്നത്. നമ്മളെല്ലാം ഒരു പരിധി വരെ ഈ ആരാധനയൊക്കെ നമ്മൾ അറിയപ്പെടാതെ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകും. എന്താണ്? ഞാൻ ആരാധിക്കുന്നുണ്ടല്ലോ, ഞാൻ സഭായോഗത്തിന് പോകുന്നുണ്ടല്ലോ, ഞാൻ എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ, അതൊരു വഞ്ചന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോകുന്ന വഞ്ചനയാണെന്നല്ല പറഞ്ഞത്. അങ്ങനെ പോകുന്നത് കൊണ്ട് നമുക്കിവിടെ ആരാധനയും നമുക്ക് പാട്ടും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ചിന്തിക്കും എല്ലാം സ്മൂത്താണെന്ന്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പിന്മാറ്റം നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. പ്രിയമുള്ളവരെ, അന്യഭാഷ ഉണ്ടായിരിക്കും, നമ്മുടെ സഭയിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കാം, അന്യഭാഷ ഉണ്ടായിരിക്കാം, പാട്ടുണ്ടായിരിക്കാം, സുവിശേഷ പ്രവർത്തനം ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ മിഷന് വേണ്ടി പൈസ കൊടുക്കുന്നുണ്ടായിരിക്കാം, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോഴും നമ്മുടെ പിന്മാറ്റത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളെ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഈ സെഷൻ അവസാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ ശരിക്കും എത്രത്തോളം ആത്മീയതയെ ഗൗരവമായിട്ടെടുത്തിട്ടുണ്ട്? ഞാൻ രക്ഷിക്കപ്പെട്ടു, വിശ്വാസത്തിൽ വന്നു, ഞാൻ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ചു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ ആത്മസ്നാനം പ്രാപിച്ചു, ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ നമ്മിൽ പിന്മാറ്റത്തിൻ്റെ അവസ്ഥയുണ്ടോ? എപ്പോഴാണ്? പന്നിക്കൂട്ടിൽ പോകുന്നത് വരെ നോക്കിയിരിക്കരുത്. നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിൽ സന്തോഷിക്കാൻ കഴിയാത്ത സമയം മുതൽ, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു മോഹം, മറ്റൊരു കാര്യത്തിൽ രസിക്കാൻ നമുക്ക് കഴിയുമ്പോൾ മുതൽ നമ്മുടെ പിന്മാറ്റം ആരംഭിച്ചിരിക്കുകയാണ്. ശരിയായ നിലയിൽ ദൈവവുമായിട്ടുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ നമുക്ക്? ഈ ദുരന്തങ്ങളൊക്കെ വന്നപ്പോൾ
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നിത്യശൂന്യമായ അവസ്ഥകൾ, പെർപ്പച്വൽ റൂയിൻസ്, വെച്ചടി നഷ്ടങ്ങളിൽ നമ്മുടെ ജീവിതം വന്നപ്പോൾ നമ്മൾ കർത്താവിനോട്, കർത്താവെ എന്താ ഇതിലൂടെ നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടായപ്പോൾ, നമ്മുടെ റിലേഷൻസിൽ, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ, സഭാബന്ധത്തിൽ തകർച്ചകൾ ഉണ്ടായപ്പോൾ, നമ്മുടെ സഭയിൽ പഴയതുപോലെയുള്ള ആത്മീയ സന്തോഷമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടിയപ്പോൾ എന്താ കർത്താവെ ഇങ്ങനെ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? അതോ ഇതൊക്കെ സാധാരണ എല്ലാ സഭകളിലും അങ്ങനെയാ, ഞങ്ങളുടെ സഭയിലും ഇതൊക്കെ വരും, സഭ വലുതാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോകും എന്നുള്ള ഒരു ധാരണയോടെയാണോ നമ്മൾ ഇരിക്കുന്നത്? ഞാനൊരു കാര്യം പറയാം, ഒരു യഥാർത്ഥ ദൈവപൈതലിൻ്റെ ഏറ്റവും ചെറിയ പിന്മാറ്റത്തെയും കർത്താവ് വളരെ ഗൗരവമായിട്ടെടുക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്നോട് തന്നെ ഞാൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ പിന്മാറ്റത്തെയും, എനിക്ക് യഥാർത്ഥത്തിൽ കർത്താവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് കഴിയാതെ ഇരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ദൈവം സംസാരിക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവത്തിൽ എനിക്ക് പ്രമോദിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെ ആനന്ദത്തിൽ എനിക്ക് മനസ്സ് മടുത്തിരിക്കുന്നുവെങ്കിൽ, ഞാൻ മറ്റുള്ളത് എന്തെങ്കിലും കാക്ഷിക്കുന്നുവെങ്കിൽ, വിദൂരത്തിലേക്ക് പോകുവാൻ ആ ധൂർത്തുപുത്രൻ ആഗ്രഹിച്ചതുപോലെ ലോകത്തിൻ്റെ മോഹങ്ങൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ലോകത്തിൻ്റെ മോഹത്തിൽ പോയിട്ടില്ലെങ്കിൽ പോലും ലോകമോഹം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്മാറ്റാവസ്ഥയിലാണ്. ഇന്ന് കർത്താവിനോട് പറയാൻ പറ്റുമോ, കർത്താവേ ഞാനിത് ഗൗരവമായിട്ട് എടുക്കുന്നു, എനിക്കൊരു വലിയ വ്യതിയാനം ആവശ്യമുണ്ട്, എനിക്ക് വലിയ രൂപാന്തരം ആവശ്യമുണ്ട്, എനിക്കൊരു വലിയ ചേഞ്ച് ആവശ്യമുണ്ട്. കർത്താവേ, ഞാൻ കാര്യങ്ങളെ ഗൗരവമായി എടുക്കുന്നതിൽ പലപ്പോഴും പരാജയപ്പെട്ടു, പലപ്പോഴും ഞാൻ റെഡ് സിഗ്നൽ കണ്ടു, പക്ഷേ നീ അയച്ച റെഡ് സിഗ്നലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ചിന്തിച്ചത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ലൈറ്റ് കത്തുകയും പോവുകയൊക്കെ ചെയ്യും, അതൊന്നും ഞാൻ അത്ര ശ്രദ്ധിക്കേണ്ടെന്നാ. പക്ഷേ ഓരോ പ്രാവശ്യം ലൈറ്റ് കത്തുമ്പോഴും കെടുമ്പോഴും അതെനിക്കുള്ള സിഗ്നലായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹൃദയത്തിൻ്റെ ആഴത്തിൽ കർത്താവെ, നിൻ്റെ ഇടപെടലുകൾ തിരിച്ചറിയാൻ കഴിയാതെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പോയതിനെ എന്നോട് ക്ഷമിക്കണമേ കർത്താവെ. ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള ഹിതത്തിൽ നിന്ന് അല്പമെങ്കിലും ഞാൻ വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് കർത്താവെ, അതെന്നോട് ക്ഷമിക്കണമേ. ഞാൻ ഇന്ന് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു കർത്താവെ. എനിക്കൊരു അനുതാപം, ഞാൻ അനുദപിക്കുന്നു കർത്താവെ. എത്ര പേര് ദൈവസന്നിധിയിൽ കരങ്ങളെ ഉയർത്തി പറയും, കർത്താവെ നിൻ്റെ പൂർണ്ണതയുള്ള ഹിതത്തിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ. കർത്താവെ, ഞാൻ ഒരിക്കലും ഞാൻ പന്നിക്കൂട്ടിലല്ല എന്നുള്ള ആശ്വാസത്തിൽ കഴിയുവാനല്ല, എൻ്റെ പിന്മാറ്റത്തിൻ്റെ ഏറ്റവും ചെറിയ അവസ്ഥയിൽ തന്നെ നിങ്ങളിലേക്ക് മടങ്ങി വരുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ. നീ എന്നോട് സംസാരിക്കുന്ന ഭാഷ തിരിച്ചറിയുവാൻ തക്കവണ്ണം എന്നെ ഒന്ന് ശക്തീകരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ, നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് ഒരു ചെറിയ വിള്ളൽ അതിനകത്ത് വീണ് പോയിട്ടുണ്ടെങ്കിൽ, ലോക സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. ദൈവത്തിൻ്റെ കൃപയുടെ ചിറകിൻ കീഴിൽ മറഞ്ഞിരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കർത്താവേ. ഇന്ന് ഞാനും എൻ്റെ സഭയും പല കാര്യങ്ങളെയും, ആത്മീക കാര്യങ്ങളെ ലഘുവായി എടുത്തിരിക്കുന്നു കർത്താവേ. ഇല്ല, നീ അതിനെ വളരെ സീരിയസ് ആയി കാണുന്നു, നീ അതിനെ വളരെ ഗൗരവമായിട്ട് കാണുന്നു. ഞാൻ മനസ്സിലാക്കുന്നു കർത്താവേ, നീ എപ്രകാരം വിശുദ്ധ ജീവിതത്തെ എത്ര കർത്താവേ, എത്ര ആഴത്തിൽ, എത്ര ഗൗരവമായിട്ട് കാണുന്നു, അതുപോലെ വിശുദ്ധ ജീവിതത്തെ ഗൗരവമായി കാണുവാൻ എന്നെ പഠിപ്പിക്കണമേ കർത്താവേ. ഏത് ചെറിയ പാളിച്ചകളെയും മാറ്റി കർത്താവേ നിന്നോട് ചേർന്ന് ജീവിക്കുവാൻ നീ എന്നെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.